സംസ്ഥാന ബി.ജെ.പി. നേതൃത്വത്തിനെതിരെ പാലക്കാട്ടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ രംഗത്ത്. തന്റെ തോൽവിക്ക് പിന്നിൽ ജില്ലാ സംസ്ഥാന നേതാക്കളാണ് എന്ന് ശോഭാ സുരേന്ദ്രൻ ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്ക് പരാതി നൽകുകയും ചെയ്തു. ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗത്തിലും വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഇത്തരത്തിലൊരു പരാതി സജീവമായി ശോഭാ സുരേന്ദ്രന് ഉണ്ടായിരുന്നതാണ്. മലമ്പുഴയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറും ഒപ്പം വി മുരളീധരനും ചേർന്നാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയത്. ഏറ്റവും കൂടുതൽ വോട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് ലഭിച്ച പാലക്കാട് നഗരസഭയിൽ അടക്കമുള്ള വോട്ടുകൾ പോലും തനിക്ക് ലഭിച്ചില്ല എന്ന ഒരു പരാതിയും ശോഭാ സുരേന്ദ്രന് ഉണ്ടായിരുന്നു. ഇക്കാര്യങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടിയാണ് ശോഭാ സുരേന്ദ്രൻ നിലവിൽ പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. ജിതിൻ ചന്ദ്രൻ ന്യൂസ് റൂമിൽ നിന്ന്. ജിതിൻ, എന്തൊക്കെയാണ് ഈ പരാതിയിലുള്ളത്? അരുൺ, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റാത്തതിന് പുറമെ ബി.ജെ.പി. നേതൃത്വത്തിൽ സംസ്ഥാന ഘടകത്തിൽ പ്രതിസന്ധി മൂർച്ഛിക്കുകയാണ് എന്ന് വേണം പറയാൻ. പാലക്കാട് മത്സരിച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്ക് പരാതി നൽകിയിരിക്കുകയാണ്. തന്നെ തോൽപ്പിക്കാനായി മുൻ സംസ്ഥാന അധ്യക്ഷനും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന വി മുരളീധരനും ഒപ്പം തന്നെ പാലക്കാട് ബി.ജെ.പി. ജില്ലാ അധ്യക്ഷനായിരുന്ന സി കൃഷ്ണകുമാറും മനഃപൂർവ്വം ശ്രമം നടത്തിയെന്നാണ് പ്രധാനമായും ഈ പരാതിയിൽ ശോഭാ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നത്. ചില മദ്യ മുതലാളിമാരുടെ സഹായത്തോടു കൂടിയാണ് ഈ ഇരു നേതാക്കളും ഈ നീക്കം നടത്തിയത്. ഇവരിരുവരും ചേർന്ന് UDF സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലിന് ബി.ജെ.പി. വോട്ടുകൾ മൊത്തത്തിൽ വോട്ട് മറിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അത് വിജയിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ബി.ജെ.പിക്ക് ലഭിച്ച വോട്ടുകൾ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കാതിരുന്നത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ അമിത്ഷായ്ക്ക് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം നടന്ന കോർ കമ്മിറ്റി യോഗത്തിലും ശോഭാ സുരേന്ദ്രൻ ഈ വിഷയത്തിൽ ആഞ്ഞടിക്കുകയുണ്ടായി. തന്നെ തോൽപ്പിക്കാൻ മനഃപൂർവ്വം ചില സംസ്ഥാന ജില്ലാ നേതാക്കൾ, കൂടുതൽ നേതാക്കൾ ശ്രമിച്ചു എന്ന് അവർ ഇന്നലെ നടന്ന കോർ കമ്മിറ്റി യോഗത്തിലും തുടർന്ന് സംസ്ഥാന ഭാരവാഹി യോഗത്തിലും വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഇപ്പോൾ അമിത്ഷായ്ക്ക് ശോഭാ സുരേന്ദ്രൻ പരാതി നൽകിയിരിക്കുകയാണ്. ഒപ്പം മറ്റിടങ്ങളിൽ നിന്നും സമാനമായ പരാതികൾ ഉയരുന്നുണ്ട് എന്ന സൂചനയാണ് ബി.ജെ.പി. സംസ്ഥാന ഘടകവുമായി ബന്ധപ്പെട്ട് ഉള്ള വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച മുന്നേറ്റം നേമത്ത് ജയിച്ചതൊഴിച്ചാൽ മറ്റിടങ്ങളിലൊന്നും പ്രതീക്ഷിച്ച മുന്നേറ്റം ബി.ജെ.പിക്ക് നേടാനായിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ 2 അക്കം തികയ്ക്കലാണ് ലക്ഷ്യമെന്ന് ആദ്യം മുതൽ തന്നെ ബി.ജെ.പി. നേതാക്കൾ സൂചിപ്പിക്കുന്നതായിരുന്നു. എന്നാൽ അത്തരത്തിലൊരു മുന്നേറ്റം എവിടെയും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അത് സംബന്ധിച്ച അമർഷവും മുറുമുറുപ്പും ബി.ജെ.പി. സംസ്ഥാന ഘടകത്തിൽ മൂർച്ഛിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ ആദ്യ സൂചകം, ആദ്യ ദൃഷ്ടാന്തം എന്ന രീതിയിലാണ് ശോഭാ സുരേന്ദ്രൻ്റെ പരസ്യമായ എതിർപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്ക് മുന്നിൽ ഈ പരാതി എത്തുന്നതോടെ ബി.ജെ.പി. സംസ്ഥാന ഘടകത്തിൽ കൂടുതൽ ഇടപെടൽ ദേശീയ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രനെതിരെയുള്ള ചേരിയും ഇക്കാര്യത്തിൽ പ്രതികരണവുമായി മുന്നോട്ട് വരാനും സാധ്യതയുണ്ട്. എന്തായാലും ബി.ജെ.പി. സംസ്ഥാന ഘടകത്തിൽ നേരത്തെ തന്നെയുള്ള ചേരിപ്പോര് കൂടുതൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ കൂടുതൽ മൂർച്ഛിക്കുകയാണ് എന്ന് വേണം വിലയിരുത്താൻ. അരുൺ, ഈ ജിതിൻ, യഥാർത്ഥത്തിൽ ശോഭാ സുരേന്ദ്രനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ തന്നെ കൃഷ്ണകുമാർ അടക്കം എതിർപ്പ് ഉന്നയിച്ചിരുന്നതാണ്. നമുക്കറിയാം, പാർട്ടി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നതിന് മുൻപ് തന്നെ സി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തതും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ RSSന്റെ താല്പര്യപ്രകാരമാണ് ശോഭാ സുരേന്ദ്രനോട് സ്ഥാനാർത്ഥിയായത് എന്നും പറയപ്പെടുന്നു. അങ്ങനെയൊക്കെ ചർച്ച ചെയ്തതിനു മുമ്പ് ഉണ്ടായതാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു കത്ത് നിലവിൽ വരുന്നത്. ഇതിനെ ഇപ്പോൾ JR പത്മകുമാർ, അദ്ദേഹം കൂടി നമുക്കൊപ്പം നിലവിൽ ടെലിഫോൺ ലൈനിലുണ്ട് എന്ന് കരുതുന്നു. ശ്രീ JR പത്മകുമാർ, എന്തിനാണ് ഇത്തരം ഒരു കത്ത് ശോഭാ സുരേന്ദ്രൻ നൽകിയത്? അങ്ങനെ കത്ത് നൽകിയതായിട്ട് ഞങ്ങൾക്കാർക്കും അറിയില്ല. ഇന്നലെ സ്റ്റേറ്റ് ഭാരവാഹി മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഒന്നും അങ്ങനെ ഒരു പരാതി എവിടെയും ഗവർണർ കേട്ടിട്ടില്ല. ഇത് പിന്നെ മീഡിയ ഉണ്ടാക്കുന്ന ഒരു പരാതി എന്നല്ലാതെ ശോഭാ സുരേന്ദ്രൻ അങ്ങനെ ഒരു പരാതി കൊടുത്താൽ ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അത് അവാസ്തവമാണ്. കേരളത്തിലെ ഒരു നല്ലൊരു വോട്ടിംഗ് പെർസെന്റേജും കൂടി ഒരു യഥാർത്ഥത്തിൽ സാങ്കേതികമായി ഈ നിയമസഭയിലെ എണ്ണങ്ങളുടെ എണ്ണത്തിൽ മറ്റു പലരും പറയുമെങ്കിലും ഏകദേശം ഈ 30 ലക്ഷത്തോളം വോട്ട് നേടി ഒരു വലിയ ഫോഴ്സായി മാറിയ സമയത്ത് അതിനെ കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് ശോഭാ സുരേന്ദ്രനോ അല്ലെങ്കിൽ പാർട്ടിയുടെ മെമ്പർമാരോ അത്തരത്തിൽ ആരോപണം ഉന്നയിക്കുമെന്ന് ഞങ്ങൾ തോന്നുന്നില്ല. നേരത്തെ തന്നെ ഇങ്ങനെ ഒരു അസ്വാരസ്യം ഉണ്ടായിരുന്നില്ലേ? കാരണം സ്ഥാനാർത്ഥി നിർണയ സമയത്ത് തന്നെ കേരളം സജീവമായി ചർച്ചയായിരുന്നു. സ്ഥാനാർത്ഥി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. അതാരെങ്കിലും ശോഭാ സുരേന്ദ്രൻ അങ്ങനെ ഒരു പരാതി പറഞ്ഞിരുന്നു? ഇല്ല, ശോഭാ സുരേന്ദ്രൻ പരാതി ഒന്നും പറഞ്ഞില്ലല്ലോ. ഇതിങ്ങനെ എല്ലാ പാർട്ടിയിലും ഉണ്ട്. അതുകൊണ്ട് ബി.ജെ.പിയിലും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാരെങ്കിലും പടച്ചുവിടുന്ന ഒരു ഇതാണെന്നല്ലാതെ ഈ സംഭവമാണെന്നല്ലാതെ ഇതിനെ സംബന്ധിച്ച് അതൊരു യാഥാർത്ഥ്യവുമില്ല. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടുണ്ട്. ശരിയാണ്. അത് അഭ്യൂഹങ്ങളായി നിൽക്കുമ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ടായിരുന്നില്ലേ ഇത് പ്രകടമായി ഉണ്ടായിരുന്നത്? കാരണം ശോഭാ സുരേന്ദ്രൻ എത്തുന്നതിന് മുൻപ് തന്നെ സി കൃഷ്ണകുമാർ അത് ഉദ്ഘാടനം ചെയ്യുന്നു. പറഞ്ഞല്ലോ, ഞാൻ
നേരത്തെ അല്പം ലേറ്റായി പോയത് കൊണ്ടാണ് മുഹൂർത്ത സമയത്തിൽ അത് നടത്തിയത് എന്ന് ശോഭയും പറഞ്ഞു, കൃഷ്ണകുമാറും പറഞ്ഞു, അവിടുത്തെ ജില്ലാ പ്രസിഡന്റും പറഞ്ഞു. അതിനുശേഷം ഒരുമിച്ചുള്ള വർക്കാണല്ലോ, അവർക്ക് സമയത്തൊന്നും അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ അവിടെ പോയി വർക്ക് യോഗത്തിൽ പങ്കെടുത്തു. അതനുസരിച്ചുള്ള ഇൻക്രീസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. 2 ചുറ്റുപാടുള്ള ആലപ്പുഴയും ഈ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്, പാലക്കാടും ഉണ്ടായിട്ടുണ്ട്, പരിസര മണ്ഡലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെ ഒരു പരാതി ഉയർന്നു വരാൻ യാതൊരു സാധ്യതയില്ല. ഇത് വെറുതെ ചില പ്രശ്നങ്ങളിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ നന്ദി ശ്രീ JR പത്മകുമാർ ഈ അവസരത്തിൽ ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ചതിന്. ഇത്തരത്തിലൊരു അടിസ്ഥാനപരമായ ഒരു പ്രശ്നം തന്നെ നിലനിൽക്കുന്നില്ല എന്നാണ് JR പത്മകുമാർ പറയുന്നത്. പക്ഷേ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തന്നെ നേരത്തെ ഏറെ തർക്കം നിലനിന്നിരുന്നൊരു പ്രദേശം കൂടിയായിരുന്നു ഈ മേഖലകൾ. യഥാർത്ഥത്തിൽ RSSന്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയായത് എന്നും ആ കാലഘട്ടത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ അനുരണനം കൂടിയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനത്തോട് അടക്കം നിന്നിരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ജിതിൻ, നിലവിൽ അതിനെ എങ്ങനെയാണ് കാണാനാവുക ഈ സാഹചര്യത്തെ കൂടി? തീർച്ചയായും അരുൺ സൂചിപ്പിച്ചതുപോലെ പാലക്കാട് ശോഭാ സുരേന്ദ്രനെ BJP നേതൃത്വം സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിന് മുമ്പ് പാലക്കാടേക്ക് സ്ഥാനാർത്ഥിയായി വരുമെന്ന് പ്രതീക്ഷിച്ചത് പാലക്കാട് ജില്ലാ അധ്യക്ഷനും പാലക്കാട് മുനിസിപ്പാലിറ്റി ചെയർമാൻ കൂടിയായ C കൃഷ്ണകുമാർ ആയിരുന്നു. പെട്ടെന്നാണ് സംസ്ഥാന നേതൃത്വം തീരുമാനമെടുത്തുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ പിന്നീട് ശോഭാ സുരേന്ദ്രൻ തന്നെ സംസ്ഥാന നേതൃത്വത്തിന് പാലക്കാട് മത്സരിപ്പിക്കേണ്ടി വന്നത്. അന്നു മുതൽ തന്നെ പാലക്കാട് ജില്ലാ നേതൃത്വത്തിൽ പരസ്യമായും രഹസ്യമായും ഇതിനെതിരെ അനുരണനങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്നാണ് പാലക്കാട് ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ശോഭാ സുരേന്ദ്രൻ എത്തുന്നതിന് മുമ്പ് തന്നെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പരസ്യമായി തങ്ങളുടെ പ്രതിഷേധം BJP ജില്ലാ നേതാക്കൾ സൂചിപ്പിച്ചത്. C കൃഷ്ണകുമാർ തന്നെയായിരുന്നു അന്ന് അതിന് മുന്നിട്ടിറങ്ങിയതും. അന്ന് തന്നെ ശോഭാ സുരേന്ദ്രനെതിരെ ജില്ലാ നേതൃത്വത്തിലുള്ള എതിർപ്പ് വളരെ പ്രകടമായതാണ്. അന്ന് സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ വിശദീകരണം ചോദിക്കുക അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തതാണ്. തുടർന്നും പിന്നീടാണ് ശോഭാ സുരേന്ദ്രൻ പാലക്കാട് തന്നെ മത്സരിപ്പിച്ചതും. ശോഭാ സുരേന്ദ്രൻ തന്നെ അന്ന് ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലൊരു തിരിച്ചടി ശോഭാ സുരേന്ദ്രൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം പാലക്കാട് BJP ഉണ്ടാക്കിയെന്നതാണ്. അതുകൊണ്ട് തന്നെ പാലക്കാട് ചെറിയൊരു വിജയപ്രതീക്ഷയോടുകൂടിയാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചിരുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായപ്പോൾ അത് തീർച്ചയായും BJPയിലെ തന്നെ ചില നേതാക്കളുടെ ഇടപെടലോടുകൂടിയാണ് എന്നത് ശോഭാ സുരേന്ദ്രൻ ഉറപ്പിക്കുകയാണ്. മുൻ സംസ്ഥാന അധ്യക്ഷനും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അധ്യക്ഷൻ കൂടിയായ V മുരളീധരൻ ഇതിനായി മുൻകൈയെടുത്ത് പ്രവർത്തിച്ചു. ഒപ്പം തന്നെ ജില്ലാധ്യക്ഷൻ C കൃഷ്ണകുമാറും കൂടിയാണ് ഇക്കാര്യത്തിൽ വോട്ട് മറിക്കാനുള്ള നടപടികൾ ചെയ്തതെന്നാണ് ശോഭാ സുരേന്ദ്രൻ ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഒരു മദ്യമുതലാളിയുടെ സഹായം ഇതിന് കിട്ടിയെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുകയാണ്. എന്തായാലും ദേശീയ അധ്യക്ഷന് മുന്നിലേക്ക് ഈ പരാതി എത്തുമ്പോൾ വളരെ ഗൗരവമുള്ള വിഷയം ആയിട്ട് തന്നെയാണ് ഇതിനെ കാണേണ്ടത്. BJPയിൽ നിലവിലുള്ള ചേരിപ്പോര് വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തെ ചൊല്ലി രൂക്ഷമാവുമെന്നത് വ്യക്തമാണ്. ഈ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അസ്വാരസ്യം ഉണ്ടായിരുന്നത് എന്നുള്ളത് സ്പഷ്ടമാണ്. കാരണം ജിതിൻ, പാർട്ടിക്ക് 60-ലേറെ വോട്ടുകൾ മാത്രമുള്ള പാലക്കാട് നഗരസഭയിലെ 18-ാം വാർഡിൽ 430 വോട്ട് പിടിച്ചായിരുന്നു യഥാർത്ഥത്തിൽ അന്ന് ഈ C കൃഷ്ണകുമാർ ജയിച്ചിരുന്നത്. കൃഷ്ണകുമാർ നഗരസഭയിലേക്ക് മത്സരിച്ച് വിജയിച്ച വാർഡുകളെല്ലാം മറ്റു പാർട്ടികൾ പ്രതിദാനം ചെയ്ത വാർഡുകൾ കൂടിയായിരുന്നു. ഇത് പരിഗണിക്കാതെയാണ് ശോഭാ സുരേന്ദ്രനെ അവിടെ മത്സരിപ്പിക്കാൻ കെട്ടിയിറക്കിയത് എന്നായിരുന്നു ഇവർ ആരോപിക്കുകയും ഈ പാലം വലി നടത്തുകയും ചെയ്തത്. ഇതിൻ്റെയൊക്കെ അനുരണനമാണോ നിലവിൽ ഈ കാണുന്നത്? അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണോ ഈ കത്ത് നിലവിൽ എഴുതിയിരിക്കുകയും ചെയ്യുന്നത് ശോഭാ സുരേന്ദ്രൻ? തീർച്ചയായും ശോഭാ സുരേന്ദ്രനെതിരെ പാലക്കാട് ഉണ്ടായ നീക്കം C കൃഷ്ണകുമാറിനെ അപ്രതീക്ഷിതമായി പാലക്കാട് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റിയതിൻ്റെ പ്രതിഫലനമായിട്ട് അതിൻ്റെ പ്രതികരണമായിട്ട് വേണം ശോഭാ സുരേന്ദ്രനെതിരെ പാലക്കാട് ജില്ലാ നേതൃത്വം പ്രവർത്തിച്ചതിനെ കാണാൻ. എന്തായാലും ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വളരെ അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ് പാലക്കാട് ജില്ലാ നേതൃത്വത്തിൽ നിന്നും ഉണ്ടായത്. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ മുന്നേറ്റം പാലക്കാട് എല്ലാ ഘടകങ്ങളിലും അല്ലെങ്കിൽ എല്ലാ തദ്ദേശ വാർഡുകളിലും എല്ലാം BJPക്ക് ഉണ്ടായിരുന്നു. അത് അന്ന് BJP തന്നെ വളരെ അവകാശപ്പെട്ടതുമാണ്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അതിൽ കൂടുതൽ വോട്ടുകൾ അല്ലെങ്കിൽ കൂടുതൽ മുന്നേറ്റം ഉണ്ടാകേണ്ട എല്ലാ സാഹചര്യം ഉണ്ടായിട്ടും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് ശോഭാ സുരേന്ദ്രൻ ഈ പരാതിയിൽ വ്യക്തമാക്കുന്നത്. കണക്കുകൾ വെച്ച് നോക്കുമ്പോഴും ശോഭാ സുരേന്ദ്രൻ്റെ പരാതി അത്തരത്തിൽ ആധികാരികത ഉള്ളതുമാണ്. എന്തായാലും ജില്ലാ നേതൃത്വത്തിൻ്റെ വ്യക്തമായ ചരടുവലികളോടെ അല്ലാതെ ഇത്തരത്തിൽ വോട്ട് മറിക്കൽ നടക്കില്ല എന്നത് ഏറെക്കുറെ ഉറപ്പാണ്. അതുതന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഈ പരാതിയിൽ വ്യക്തമാക്കുന്നതും. ഷാഫി പറമ്പിലിന് വേണ്ടി ശോഭാ സുരേന്ദ്രൻ BJP വോട്ടുകൾ കൂട്ടമായി BJP വോട്ടുകൾ മറിച്ചു എന്ന് പറയുമ്പോൾ ജില്ലാ നേതൃത്വം ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അത് സ്ഥാനാർത്ഥിത്വത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളുടെ ഭാഗമാണ് എന്ന് തന്നെ വേണം വിലയിരുത്താൻ. സംസ്ഥാന BJP നേതൃത്വത്തിനെതിരെ പാലക്കാട്ടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ രംഗത്ത് തന്റെ തോൽവിക്ക് പിന്നിൽ ജില്ലാ സംസ്ഥാന നേതാക്കളാണ് എന്ന ശോഭാ സുരേന്ദ്രൻ ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് ദേശീയ അധ്യക്ഷൻ അമിത് ഷായ്ക്ക് ശോഭ പരാതി നൽകി. തന്നെ മനഃപൂർവ്വം തോൽപ്പിച്ചതാണ് പാലക്കാട് എന്നാണ് അവർ പരാതി നൽകുകയും ചെയ്തത്. ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.